അവൻ പറയുന്ന കാര്യം അതാ, അമ്മ മരിച്ച ഭാഗത്ത് പാടാന്ന് പറഞ്ഞു. വേണ്ട, അങ്ങനെ വേണ്ടെന്നല്ല പറഞ്ഞ്, അങ്ങനെ പറ്റത്തില്ല, അവന് തകർന്ന് നിൽക്കുക. അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അച്ഛനായ എനിക്കറിയാം, പക്ഷെ കൊച്ചിനത് പിടിക്കത്തില്ലല്ലോ. അവനത് വിഷമമാണ്, അതുകൊണ്ട് തകർന്ന് നിൽക്കുക. വേറെ വല്ല അസുഖത്തിലോട്ട് ചാടുമോ എന്നുള്ള പേടിയാണ് എനിക്ക്. തലയ്ക്ക് ആശുപത്രിയിൽ ജോലി കിട്ടിയാലും പോകാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞേ, അങ്ങനെ അമ്മയെ ഓർമ്മിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് പാടാന്നല്ല അവൻ പറഞ്ഞേ. അത് പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതങ്ങനെ ഇപ്പം അത് അവന് കഴിയത്തില്ലെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യാം. ഇന്നിപ്പോൾ മന്ത്രി ഇങ്ങോട്ട് വരും, ആരോഗ്യവകുപ്പ് മന്ത്രി വരും എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. സാറ് വരുമെന്ന് അതിൻ്റെ അടുത്ത് പറഞ്ഞ്. അത് ഇന്നലെ വിളിച്ചപ്പോഴും ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ്, ഇന്ന വാസവ സാറ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ബാക്കിയുള്ള കാര്യങ്ങൾ തുടർ നടപടി ഞങ്ങൾ സർക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നീങ്ങി നോക്കൊള്ളാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഞങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ. ഇനിയിപ്പോൾ വീണ ജോർജ് വരികയാണെങ്കിൽ ഉറപ്പായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു സഹായം പ്രതീക്ഷിക്കും. തീർച്ചയായും ഉണ്ട്. ആ സർക്കാരിൻ്റെ സഹായങ്ങൾ ചെയ്യാമെന്ന് വീണ ജോർജ് ആ മന്ത്രി എമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് കൂടുതലും വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിപ്രായങ്ങളും കൂടെ പറയും. അപ്പോൾ അങ്ങനെ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കുഴപ്പമില്ല, നീങ്ങാം. അപ്പോൾ ഇന്ന് വന്നില്ല, നാളെ ആയാലും അല്ല, ഏതെങ്കിലും ദിവസം ഇവിടെ വരും എന്ന് കാര്യങ്ങൾ ചെയ്യും. കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിൻ്റെ സഹായം കിട്ടിയേ തീരും. സർക്കാരിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. സർക്കാരിൻ്റെ സഹായം വേണം നമുക്ക്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അധികാരികളായ ആൾക്കാർ നടപ്പാക്കും. അതാണ് ഞാനും പറയുന്നത്. അപ്പം മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിൻ്റെ സഹായങ്ങൾ പറ്റുള്ളൂ. കുഞ്ഞിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷനാണ്. അതിന് വന്നപ്പോൾ ആണല്ലോ അത്യാഹിതം സംഭവിച്ചത്. അപ്പോൾ ആ ഓപ്പറേഷൻ കൃത്യമായിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഏറ്റെടുക്കാമെന്ന് മന്ത്രി വാസവൻ അറിയിച്ചു. ഫുള്ളായിട്ട് വാസവ സാർ പറഞ്ഞത്, ഫുള്ളായിട്ട് മെഡിക്കൽ കോളേജ് ഏത് വാർഡിലാണ് കിടത്തേണ്ടത് അവിടെ വാർഡ് കിടത്തി ഏത് ഡോക്ടറെയാണ് കാണിക്കേണ്ടത് അതെല്ലാം വ്യക്തമായിട്ട് ചെയ്യും. അത് പറഞ്ഞ് നിങ്ങൾക്ക് അതിന് ഉറപ്പും തന്നിട്ടുണ്ട് എന്നും പറഞ്ഞാൽ പോയി. കളക്ടറൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പറഞ്ഞ് ഉറപ്പില്ല പോയത്. സൂപ്രണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ഒന്നും ചെയ്യേണ്ട, നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോയി അഡ്മിറ്റ് ചെയ്യുക. അഡ്മിറ്റ് ചെയ്തിട്ട് അത് ചടങ്ങുകൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ചടങ്ങുകളുടെ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ്, എല്ലാ ചടങ്ങും കഴിയണ്ട, ചെറിയ ചടങ്ങുകൾ കഴിഞ്ഞ് കുട്ടിയെ കൊണ്ട് പോവാം. അങ്ങനെ പോവാം. അതെ.